ഈ ഉർവശി ഉർവശി എന്നുള്ള സോങ് ഇല്ലേ, ടേക്ക് ഇറ്റ് ഈസി ഉർവശി, ആ ആക്ച്വലി മാമിനെ കണ്ട് എഴുതിയതാണോ വൈരമുത്തു സാർ? അങ്ങനെ മാമിന്റെ പേര് വെച്ച് സത്യം പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വാലി സാറ് ഞാനും തമ്മില് എഴുതിയത് വൈരമുത്തു സാറാണ് ആക്ച്വലി. വാലി സാറ് അതിന് മുൻപ് കറവമാട് 3 കാളമാട് പിന്നെ 1 എന്ന് പറഞ്ഞൊരു മകളിർ മട്ടം അതെടുത്തപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ 3 പേരും പാടിക്കൊണ്ടുവരണം. രേവതിയുടെ എടുത്തു, രോഹിണിയുടെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് സെയിം ലൈൻ റിപ്പീറ്റ് ചെയ്യണം. കറവമാട് 3 അങ്ങനെ. ഞാൻ പറഞ്ഞു അയ്യേ ആ വാക്ക് ഞാൻ പറയില്ല, ഇത് പെണ്ണുങ്ങൾ സ്വയം പറയൂ കറവമാടാണ്. ചേച്ചി ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡയറക്ടർ സംഗീതം ശ്രീനിവാസ റാവു എന്ന് പറഞ്ഞ ഗ്രേറ്റ് ഡയറക്ടറാണ്. അതെന്താന്ന് ചോദിച്ചു. അദ്ദേഹം ബേസിക്കലി തെലുങ്കാണ്. അദ്ദേഹത്തിന്റെ കന്നഡ ഫിലിം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് കന്നഡ ഫിലിം അദ്ദേഹമാണ്. ഞാൻ പറഞ്ഞു സാർ അതെന്ത് വാക്ക്, സാധാരണ ഒരു വീടിന് വേണ്ടി അധ്വാനിക്കുകയും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ചില പെണ്ണുങ്ങൾ, അതൊരു കറവമാട് കടന്ന് കഷ്ടപ്പെടുന്ന, അല്ലാതെ പെണ്ണുങ്ങൾ സ്വയം ഞാൻ കറവമാട് അങ്ങനെ പറയുന്ന വൃത്തികേടല്ലേ, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം കമൽ സാറ് പ്രൊഡ്യൂസർ അതിന്റെ. കമൽ സാറിന്റെ ഫോൺ പോയി. അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ. ഈ ഉർവശി പാടത്തില്ല എന്ന് പറയുന്നു ആ ലൈൻ, അത് ബാക്ക്ഗ്രൗണ്ടിൽ വന്നോട്ടെ, ഞാൻ ലിപ് മൂവ്മെന്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കമൽ സാർ പറഞ്ഞു അതൊക്കെ ചുമ്മാ പറയുന്നത്, പാടിക്കൊടും. വാലി സാറിനെ വിളിച്ചു കൊടുക്കാൻ പറഞ്ഞു. വാലി സാറിനെ വിളിച്ചു വന്നു ഡയറക്ടർ. അപ്പോൾ വാലി സാർ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇമ്ര സാർ എന്തിനാ സാർ ആ വാക്ക് അങ്ങനെ പറയുന്നത്, മോശമല്ലേ എന്ന് പറഞ്ഞു. അതാണിത്. അതിന്റെ സിറ്റുവേഷൻ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞങ്ങളെന്നാണോ നീ വിചാരിച്ചത്, എന്നാൽ ഞങ്ങൾ അങ്ങനെ അല്ല, നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. അയാൾ ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രയോഗമാണത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞൊരു ജീവിതത്തിൽ ആദ്യമാണ്. എംജിആർ സാർ ശിവാജി സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ആളാണ്, എഴുതിയ ആളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു ഉർവശി അല്ലാതെ ഈ ജീവിതത്തിൽ എൻ്റെ അടുത്ത് ഒരു ലൈൻ പാടത്തില്ല. എന്താണ് നമ്മൾ സോറി സാർ എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു ചടങ്ങ് വെച്ച് കണ്ടപ്പോൾ ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ല, ഈ ഉർവശി കേട്ടിട്ടില്ലായിരുന്നു. ആ പാട്ട് കൊണ്ടാണ് ഹിറ്റായത് ആ പടം. പിന്നെ ലേറ്റായിട്ടാണ് റിലീസായ. അപ്പം ഒരു ഫംഗ്ഷന് വാലി സാറേ ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് എന്നെ അടുത്തിരുത്തി. നിന്നെക്കുറിച്ച് ഒരു പാട്ട് ഞാൻ എഴുതാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എന്ത് പാട്ട്? വരും നോക്കിക്കോ, ആ പാട്ട് കൊണ്ടായിരിക്കും ആ പടം ഹിറ്റാവാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടായ പാട്ടാണോ അത് എന്ന് എന്നിട്ട് വൈരമുത്തു സാറാണ് എഴുതിയത്. വെറുതെ എന്റെ പേര് വെച്ചൊരു പാട്ട് എഴുതുന്ന സ്വാഭാവികമായിട്ടൊരു ഡിസ്കഷൻ വരുമല്ലോ. ഉർവശി എന്നുള്ള പേര് ഞാൻ ഒരു പാട്ട് എഴുതാൻ പോവാണെന്ന് കൊള്ളാം അതുപോലെ തന്നെ വേണം. കാരണം എല്ലാ ചോദ്യങ്ങളും ചോദിക്കും, കവികളോട് ചോദ്യം ചോദിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് തമാശക്ക്. അങ്ങനെ ഉണ്ടായത്. അതിൽ ടേക്ക് ഇറ്റ് ഈസി